أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وقاتلوا في سبيل الله واعلموا أن الله سميع عليم അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിങ്ങൾ കേട്ട വചനത്തിൻ്റെ അർത്ഥം: അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങൾ അടരാടുക. നിശ്ചയമായും അള്ളാഹു എല്ലാം കേൾക്കുന്നവനും നന്നായി അറിയുന്നവനുമാണെന്ന് ഗ്രഹിച്ചിരിക്കുക. സൂറത്തുൽ ബഖറയിലെ 245 വചനവും അതിൻ്റെ അർത്ഥവുമാണ് നിങ്ങളിപ്പോൾ കേട്ടത്. പ്രസ്തുത ആയത്തിൻ്റെ വിശദീകരണം ഹസ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹു നൽകിയ തഫ്സീർ കബീറിൽ നിന്ന് കേൾപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നു: ഓ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായമേ, നിങ്ങൾ ആ ജനതയുടെ അവസ്ഥയെ നോക്കൂ. ഏത് ജനതയാണോ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനെ മിസ്രിൽ നിന്ന്, അതായത് ഈജിപ്തിൽ നിന്ന് ഇതിനെ പുറത്തു കൊണ്ടുവന്നത്, അവർക്ക് ഒരു രാജ്യത്തിൻ്റെ ഭരണം ലഭിക്കുന്നതിന് വേണ്ടി. എന്നാൽ അവരാകട്ടെ തങ്ങളുടെ ശത്രുക്കളോട്, ഏതൊരു സമുദായം അവരെ തങ്ങളുടെ രാജ്യത്തിൽ നിന്ന് പുറത്താക്കിയോ അവരുമായി യുദ്ധം ചെയ്യാൻ ആവശ്യപ്പെട്ടപ്പോൾ അവർ വിസമ്മതിച്ചു. ഇതിന്മേൽ അല്ലാഹു ആ രാജ്യത്തിൻ്റെ ഭരണത്തിൽ നിന്ന്, ഈ ഒരു കാരണത്താൽ അവരെ ആ രാജ്യത്തിൻ്റെ ഭരണത്തിൽ നിന്ന് 40 വർഷത്തേക്ക് വിലക്കുകയുണ്ടായി. അവർ കാടുകളിൽ അലഞ്ഞു തിരിഞ്ഞ് മരിച്ചു പോവുകയുമുണ്ടായി. ചുരുക്കത്തിൽ മരണം അവർക്ക് തങ്ങളുടെ വീടുകളിൽ വെച്ചും വരാനിരുന്നതായിരുന്നു. എന്നാൽ അല്ലാഹു തആലയുടെ മാർഗത്തിൽ മരണത്തെ സ്വീകരിക്കുന്നതിൽ നിന്ന് അവർ വിസമ്മതിച്ചു. അതുകാരണത്താൽ അവർ നശിച്ചുപോയി. അല്ലാഹു സുബ്ഹാനഹു തആല അരുൾ ചെയ്യുന്നു: നിങ്ങൾക്ക് ഈ ജനതയുടെ അവസ്ഥയിൽ നിന്ന് പാഠം ഉൾക്കൊള്ളേണ്ടതുണ്ട്. അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നതിൽ നിന്ന് ഒരിക്കലും വിസമ്മതിക്കരുത്. ഏത് ജനതയാണോ മരണത്തെ ഭയപ്പെടുന്നത്, അവർക്ക് ദുനിയാവിൽ ഒരിക്കലും ജീവിക്കാൻ കഴിയുകയില്ല. കാരണം മരണത്തെ ഭയപ്പെടുക എന്നത് തന്നെ അവരെ മരണത്തിൻ്റെ ഇരയാക്കി മാറ്റുന്നു. വഅലമു അന്നല്ലാഹ സമീഉൻ അലീം. തീർച്ചയായും നിങ്ങൾ ദുർബലരും ഒരു തയ്യാറെടുപ്പും ഇല്ലാത്തവരുമാണ്. നിങ്ങളുടെ ശത്രുക്കളാകട്ടെ വലിയ പരിചയസമ്പന്നരും എല്ലാ രീതിയിലും സജ്ജരായ ഒരു കൂട്ടം ആളുകളാണ്. എങ്കിലും അല്ലാഹു തആല സമീഅ, എല്ലാം നന്നായി കേൾക്കുന്നവനാകുന്നു. അവൻ നിങ്ങളുടെ പ്രാർത്ഥനകളെ കേൾക്കും. അവൻ അല്ലാഹു തആല അലീമാണ്, എല്ലാം നന്നായി അറിയുന്നവനാകുന്നു. അതായത് നിങ്ങൾക്ക് നേരിടേണ്ടി വരുന്ന ആ ബുദ്ധിമുട്ടുകളെയും അവൻ അല്ലാഹു നന്നായി അറിയുന്നു. അതുകൊണ്ട് നിങ്ങൾ അവനിൽ ഭരമേൽപ്പിക്കുക. അവൻ നിങ്ങളുടെ പ്രാർത്ഥനകളെ കേൾക്കുകയും ശത്രുവിനെതിരെയുള്ള പോരാട്ടത്തിൽ നിങ്ങൾക്ക് വിജയം നൽകുകയും ചെയ്യുന്നതാണ്. ഇതോടെ ഈ ആയത്തിൻ്റെ വിശദീകരണം അവസാനിക്കുന്നു. ഇൻഷാ അല്ലാഹ് അടുത്ത ദർസിൽ അടുത്ത ആയത്തിൻ്റെ വിശദീകരണം കേൾപ്പിക്കുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ്. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.